ജാതി വിവേചനവും അയിത്തവും അനുഭവിക്കുന്ന ഗോവിന്ദാപുരം അംബേദ്കർ കോളനിയിലെ ചക്കലിയ സമുദായക്കാരെ നേരിൽ കണ്ട് വിവരങ്ങൾ അറിയാനാണ് സന്തോഷ് പണ്ഡിറ്റ് എത്തിയത്. വെറും കൈയോടെ ആയിരുന്നില്ല വരവ്. എംപിയും എംഎൽഎയും അടക്കമുള്ള ജനപ്രതിനിധികൾ കോളനി സന്ദർശിച്ചിട്ടും പരാതിക്കാരെ നേരിൽ കാണുകയോ ചർച്ചയ്ക്ക് തയ്യാറാകുകയോ ചെയ്യാത്ത സ്ഥിതി തുടരുകയാണ്. അപ്പോഴാണ് പട്ടിണി അനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യവസ്തുക്കളും കുട്ടികൾക്ക് സ്കൂൾ ഫീസും സഹായവും നൽകി സന്തോഷ് പണ്ഡിറ്റ് കയ്യടി നേടിയത്. കോളനിയിലെ ജീവിതം നേരിൽ കണ്ട് മനസ്സിലാക്കിയെങ്കിലും പഞ്ചായത്തിനോട് പ്രശ്നത്തിന്റെ മറുവശം ചോദിച്ചറിഞ്ഞ ശേഷം മാത്രം പ്രതികരിക്കാമെന്നായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത്. പഞ്ചായത്ത് സെക്രട്ടറി അവരുടെ ആംഗിൾ എന്താണെന്നുള്ളത് നമ്മളൊന്ന് അറിയണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിളിക്കുന്നു. സാർ എന്താണ് അവിടെ വീട് അനുവദിക്കുന്നതിന് എന്താണ് അതിന്റെ സാങ്കേതിക തടസ്സം എന്നറിയാം. ഇവർ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല എന്നാണ് ഇവരുടെ വശം. പഞ്ചായത്തിലേക്ക് വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ കഴിവിനനുസരിച്ചല്ല ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ചെയ്യുന്ന വെച്ചാൽ നമ്മള് ഇപ്പൊ 600ഓളം ആളുകളാണ്, 300ഓളം ഫാമിലിയാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ഫുഡിന്റെ കാര്യങ്ങളും കുറച്ച് അരിയായാലും കുറച്ച് പച്ചക്കറി ആയാലും കുറച്ച് ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഇപ്പൊ അവിടെ പഠിക്കാൻ അങ്ങനെയുള്ള ചില കുട്ടികൾക്ക് +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടത് ചെയ്യാം. ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീടിനും അവിടെ തന്നെ മുഴുവൻ പൊട്ടി ഒലിച്ച് നടക്കുകയാണ്. വെള്ളമൊക്കെ അവരെ താഴേക്കാണ് പോരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിപ്പോ ഞാനൊരു റിലയൻസ് മുതലാളിന്റെ മോനൊന്നുമല്ല. അപ്പൊ നമുക്ക് പരിമിതികളുണ്ട്. എന്നാലും ചെറിയൊരു പൈസയും കൊടുത്തരും എനിക്ക് അത്രേ പറയാൻ പറ്റില്ല. അതിപ്പോ ഈ വീട് മൊത്തം ഉണ്ടാക്കി കൊടുക്കാന്ന് പറയാനുള്ള ഒരു സാമ്പത്തിക ശേഷി എനിക്കില്ലാത്തതുകൊണ്ട് വീടുകൾ നന്നാക്കുന്നതിനും മറ്റ് പ്രാഥമിക സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ട സഹായം തനിക്ക് കഴിയുന്നതുപോലെ നൽകുമെന്ന് കോളനിക്കാർക്ക് ഉറപ്പു നൽകിയാണ് സന്തോഷ് പണ്ഡിറ്റ് ഗോവിന്ദാപുരം വിട്ടത്. മമ്മൂട്ടിയുമൊത്തുള്ള പുതിയ ചിത്രത്തിന്റെ തിരക്കിനിടയിലാണ് സന്തോഷ് പണ്ഡിറ്റ് ഗോവിന്ദാപുരത്തെത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.